ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. അതിൻ്റെ ഒരു സന്തോഷവും നന്ദിയും അറിയിക്കുന്നതിനാണ് ഞങ്ങൾ പ്രഥമമായി ഈ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ച് ചേർത്തിരിക്കുന്നത്. അതേ ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മിനിമം വേതനം ഞങ്ങൾ ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ആ വേതനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചാണ്. ആ ഡിമാൻഡ് ഒരു മാസത്തിനുള്ളിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേതനം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഞങ്ങൾ ഉയർത്തിയ 21,000 രൂപ എന്നുള്ള ഡിമാൻഡിലേക്ക് എത്തിച്ചേരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ഞങ്ങൾ 9 മാസം ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് നടത്തിയ ത്യാഗനിർഭരമായ ഒരു സമരത്തിൻ്റെ ഒരു വിജയമാണ് ഇന്നലെ പ്രഖ്യാപിച്ച ഈ വേതന വർധനവ്. ഒരു ജനപ്രതിനിധി തീർച്ചയായും പ്രത്യേകിച്ചും ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരാൾ ആ നാട്ടിലെ ജനങ്ങൾ ഉയർത്തുന്ന അവരുടെ വിഷയങ്ങളോട് എങ്ങനെയാണ് ഇടപെടേണ്ടുന്നത്, പെരുമാറേണ്ടുന്നത് എന്നുള്ളത് ആ ഉത്തരവാദിത്ത ബോധം പ്രദർശിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 266 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്നപ്പോൾ ഞങ്ങളെ ഒന്ന് കാണാൻ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഞങ്ങളെ കാണണം എന്നുള്ളത് ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നത് വളരെ ഞെട്ടലോടെയാണ് പ്രബുദ്ധ കേരളം മനസ്സിലാക്കിയത്. ലോകത്താകമാനമുള്ള മനുഷ്യർ അതിനെ കണ്ടത്. 31-ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതൊരു സ്വമേധയാ പ്രതികരിച്ചതല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങോട്ട് നിർബന്ധപൂർവ്വം ചോദിച്ചപ്പോൾ സമരത്തിൻ്റെ വഴിക്ക് പോട്ടെ, അങ്ങനെ സമരം ചെയ്ത് എല്ലാം നേടാം എന്നൊരു മനോഭാവം ഉണ്ടാകുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് ഈ സമരത്തിൻ്റെ ന്യായയുക്തത ബോധ്യപ്പെട്ടുകൊണ്ട് ആ സമരത്തിൻ്റെ ആ വികാരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ സമരവേദിയിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് നടപ്പാക്കാൻ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തയ്യാറായി എന്നുള്ളത് കേരളത്തിനാകെ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിലെ പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ 21,000 രൂപ എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ പരിശ്രമിക്കും. അത് ഏത് മാർഗങ്ങളിലൂടെ വേണമെന്നുള്ളത് ഞങ്ങൾ സമയാസമയം ആലോചിച്ച് തീരുമാനമെടുക്കും സംഘടന. ഈ സമരം ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന താൽക്കാലികമായെങ്കിലും ഉണ്ടായിരിക്കുന്ന ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ ജാഗ്രതയോടെ ഈ സമരത്തെ കാത്തുപുലർത്തിയ പൊതുസമൂഹത്തിൻ്റെ ഉയർന്ന രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും പ്രദർശിപ്പിച്ച കേരള സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള വിജയമാണ്. ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ നേട്ടത്തിൽ തീർച്ചയായും ഞങ്ങളോട് വാക്കുപാലിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഞങ്ങളോട് ഇത്തരത്തിലുള്ള ഈ സമരത്തോട് കാണിച്ച അനുഭാവത്തിന് അല്ലെങ്കിൽ ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട് ഈ ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ സമരത്തെ പിന്തുണച്ച സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ അടക്കം, സാധാരണ ജനങ്ങളടക്കം ഈ സമരത്തെ മുഴുവൻ പിന്തുണച്ച മുഴുവൻ മനുഷ്യരും ഈ സമരവേദിയിൽ, ഇത് ഞങ്ങളുടെ സമരവേദിയായിരുന്നു, ഈ സമരവേദിയിൽ 21-ാം തീയതി എത്തിച്ചേരണം. അന്ന് നമ്മളൊരു വിക്ടറി റാലി, ആശാ കേരളം
വിജയം വരെ മുന്നോട്ട് എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ അന്നൊരു വിക്ടറി റാലി നടത്തുകയാണ്.